ഹാരി പോട്ടറൊക്കെ റിയലാണെന്ന് തോന്നിപ്പോയി ആദ്യമായി സിറ്റിയിലെത്തിയപ്പോൾ. ഒരുപാട് രഹസ്യങ്ങളും നിഗൂഢതകളൊക്കെ ഒളിഞ്ഞിരിക്കുന്ന ഒരു മിസ്റ്റീരിയസ് മീഡിയവൽ ബ്യൂട്ടി. ഇതാണ് സ്കോട്ട്ലാൻഡിൻ്റെ ക്യാപിറ്റലായ എഡിൻബറ. ഞങ്ങൾ ഇതുവരെ കണ്ടതിലും ഒരു പക്ഷേ ഇനി കാണാൻ പോകുന്നതിലും ഓൾ ടൈം ഫേവറേറ്റ് സിറ്റി. എഡിൻബറയിലെ കഫേസിലിരുന്നാണ് ജെ.കെ. റോളിംഗ് ഹാരി പോട്ടർ എഴുതിയിരുന്നത്. ഈ സിറ്റിയുടെ ഗോത്തിക് ആർക്കിടെക്ചറും മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഇടവഴികളൊക്കെ ഹാരി പോട്ടറിൻ്റെ മാജിക്കൽ ലോകം നിർമ്മിക്കുന്നതിൽ ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. 1000-ലേറെ വർഷങ്ങളുടെ കഥകൾ പറയാനുണ്ട് ഈ നഗരത്തിന്. 17-ാം നൂറ്റാണ്ടിൽ ഒരു ടണൽ നെറ്റ്വർക്കും ചേമ്പേഴ്സും ഒക്കെ ഇപ്പോഴും ഉണ്ട് ഈ സിറ്റിക്ക് താഴെ. 340 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വോൾക്കാനിക് എറപ്ഷനിലുണ്ടായ ഈ മലയ്ക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്നതാണ് എഡിൻബറ കാസിൽ. ആർക്കിയോളജിക്കൽ എവിഡൻസ് പറയുന്നത് ഏകദേശം 2200 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നെന്നാണ്. ഇന്ന് കാണുന്ന ഈ കാസിലിന് തന്നെ 900-ലേറെ വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് പിന്നീട് റോയൽ റെസിഡൻസായും മിലിറ്ററി ബേസായും ജയിലായും ഒക്കെ മാറിയിട്ടുണ്ട്. ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞായറാഴ്ചകൾ, ഗുഡ് ഫ്രൈഡേ, ക്രിസ്മസ് ഡേ ഒക്കെ ഒഴികെ ബാക്കി എല്ലാ ദിവസവും 1 മണിയാകുമ്പോൾ ഫോർട്ടിൻ്റെ മേലെയുള്ള ഈ പീരങ്കി ഫയർ ചെയ്യും. തുറമുഖത്തെ കപ്പലുകൾക്ക് മാരിടൈം സെറ്റ് ചെയ്യാനുള്ള ഒരു സിഗ്നലായി 1861 തുടങ്ങിയ ഈ പരിപാടി ഇന്നും നിലനിന്ന് പോരുന്നു. ചെറിയ മഴയും കാർമേഘങ്ങളും സാധാരണയായി കാണാറുള്ള സ്കോട്ട്ലാൻഡിലെ കാലാവസ്ഥയിൽ വെയിലത്ത് അല്പം ലൈറ്റ് ഗ്രേഷായി കാണുന്ന ഈ ബിൽഡിംഗ് സ്റ്റോൺസൊക്കെ മഴയാകുമ്പോൾ ഡാർക്ക് കോൺട്രാസ്റ്റിലേക്ക് മാറും. സിറ്റിയുടെ ക്യാരക്ടർ തന്നെ മാറി ഒരു സറിയൽ വൈബ് കിട്ടും. സത്യം പറഞ്ഞാൽ ഈ കഥകളിലും സിനിമകളിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കറുത്തച്ഛനോട്ടും ബ്ലാക്ക് മാജിക്സൊക്കെ ഇവിടെ ശരിക്കും ഉണ്ടെന്ന് തോന്നും. സ്കോട്ട്ലാൻഡിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട് പറയാൻ. വിശദമായി അടുത്ത വീഡിയോകളിൽ പറയാം. നിങ്ങൾ കണ്ടതിൽ വെച്ച് ഏതാണ് ഏറ്റവും മനോഹരമായ സിറ്റി? കമന്റ് ബിലോ.